നമസ്കാരം, ഞാൻ ബൈജു നായർ. നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. വളരെ ചെറിയൊരു റിവ്യൂ ആണ്. അതായത് റിവ്യൂ പോലും പാടില്ല എന്നാണ് മഹീന്ദ്ര പറഞ്ഞിരിക്കുന്നത്. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന മഹീന്ദ്രയുടെ ഏറ്റവും പുതിയ 5 ഡോർ താറാണ്. റോക്സ് എന്നാണ് ഇതിൻ്റെ പേര്. റോക്സിൻ്റെ ഇന്ത്യയിലെ ലോഞ്ച് സംഭവിച്ചിരിക്കുന്ന കൊച്ചിയിലാണ്. നമ്മുടെ ഗ്രാൻഡ് ഹയത്തിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. പ്രധാനമായിട്ടും നിങ്ങൾക്ക് കാണാവുന്നത് ഇതിൻ്റെ മുൻഭാഗത്ത് ഗ്രില്ലിൽ കാര്യമായ മാറ്റം സംഭവിച്ചിരിക്കുന്നുള്ള കാര്യമാണ്. അതുപോലെ തന്നെ ലൈറ്റ്, അതിഗംഭീരമായ LED റിങ്ങോടുകൂടി ലൈറ്റ് വന്നിരിക്കുന്നു. സൈഡ് ഇൻഡിക്കേറ്റേഴ്സ്, അതുപോലെ മുൻഭാഗത്ത് നമ്മൾ താറിൽ എപ്പോഴും കാണുന്ന പോലെ തന്നെയുള്ള വളരെ കനപ്പെട്ട ഒരു ബമ്പറാണ് കാണുന്നത്. അതാണ് റോക്സ് എന്നുള്ള പേര് ഇവിടെ എഴുതിയിരിക്കുന്നു. ഇതിൻ്റെ പല കാര്യങ്ങളും ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ല. അതായത് ഇതിൻ്റെ ഡയമെൻഷൻസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വെളിപ്പെടുത്തിയിട്ടില്ല. നമ്മൾ കാഴ്ചയുടെ കാര്യം മാത്രമാണ് ഇപ്പോൾ പറയാൻ പറ്റുന്നത്. ബ്ലാക്ക് ഫിനിഷുള്ള വാഹനമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൽ താറിൻ്റെ അതേ ക്യാരക്ടേഴ്സൊക്കെ തന്നെയാണ് പല ഭാഗങ്ങളിലും നമ്മൾ കാണുന്നത്. 18 ഇഞ്ച് വീലാണ് കൊടുത്തിരിക്കുന്നത്. അതിൽ മനോഹരമായ അലോയ് വീൽ കൊടുത്തിരിക്കുന്നു. വളരെ കനത്ത ക്ലാഡിംഗ് ഒക്കെയാണ് സൈഡ് പ്രൊഫൈലിൽ കാണുന്നത്. വീണ്ടും ഇവിടെ റോക്സ് എന്നുള്ള ബാഡ്ജിങ് നമ്മുടെ കാണാം. സൈഡ് പ്രൊഫൈൽ എന്ന് പറയുന്നത് നമ്മൾ താറിൻ്റെ കണ്ടതിൽ നിന്നും വിഭിന്നമായിട്ട് എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്ന ഭാഗമാണ് കാണുന്നത്. എക്സ്റ്റെൻഡ് ചെയ്ത ഭാഗം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്നുള്ള കാര്യം പറയുക. നമുക്ക് ഒരു ഒപ്പീനിയനും പറയാൻ പാടില്ല എന്നാണ് മഹീന്ദ്ര പറഞ്ഞിരിക്കുന്നത്. ഇന്നത്തെ ദിവസം അതുകൊണ്ട് അതൊന്നും പറയുന്നില്ല. എന്തായാലും ഇത്രയും ഗ്ലാസ് ഏരിയ ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഈ ഭാഗത്ത് തേർഡ് റോ സീറ്റൊന്നുമില്ല എങ്കിൽ പോലും ഈ ഒരു കോർണർ ഗ്ലാസ് പോലുള്ള ഭാഗമാണ് കൊടുത്തിരിക്കുന്നത്. ഇതാണ് ഇവിടെ ഇങ്ങനെ എടുത്തു വെച്ചിരിക്കുന്ന പോലെ തോന്നാവുന്ന ഒരു ഭാഗം എന്ന് പറഞ്ഞത്. എന്തായാലും പിന്നിലേക്ക് വരുമ്പോൾ ഭംഗിയുള്ള പിൻഭാഗം തന്നെയാണ്. അതുപോലെ തന്നെ ടെയിൽ ലാമ്പ് മനോഹരമാണ്. ആ ഒരു LED ലൈറ്റൊക്കെ മനോഹരമായിട്ടുണ്ട്. ഇവിടെ തനത് രീതിയിലുള്ള സ്പെയർ വീൽ കൊടുത്തിരിക്കുന്നു. താഴെയായിട്ടും വലിയ ഒരു ബമ്പർ നമുക്കിവിടെ കാണാം. ഇനി ബൂട്ട് സ്പേസ് നോക്കുകയാണെങ്കിൽ തൊണ്ടയൊക്കെ അടിച്ചു ഇവിടെ കിടന്ന് അലറിയിട്ട്. ബൂട്ട് സ്പേസ് നോക്കുകയാണെങ്കിൽ ഇത്രയും ബൂട്ട് സ്പേസ് ഉണ്ട്, മോശമല്ല. അതുപോലെ തന്നെ നമുക്ക് ഇത് ഓപ്പൺ ചെയ്ത് കൂടുതൽ വിശാലമായിട്ട് അത് കാണാൻ സാധിക്കുകയും ചെയ്യും. എന്നാലും ഞെട്ടിച്ച കാര്യം എന്ന് പറയുന്നതിൻ്റെ വില, 2 വേരിയൻസിൻ്റെ വില പ്രഖ്യാപിച്ചു കഴിഞ്ഞപ്പോൾ 13 ലക്ഷം രൂപയാണ് പെട്രോൾ മാനുവലിൻ്റെ വില. ഡീസൽ മാനുവലിന് 14 ലക്ഷം രൂപയാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി ബാക്കിയുള്ള വേരിയൻസിൻ്റെ എല്ലാം വില പ്രഖ്യാപിക്കേണ്ടതുണ്ട്. ഏതായാലും ഇപ്പോൾ ഇത്രയും പറഞ്ഞ് അവസാനിപ്പിച്ചിരിക്കുകയാണ്. ഇൻറ്റീരിയറിലേക്ക് വരുമ്പോൾ ഭംഗിയുള്ള ഇൻറ്റീരിയറാണ്. വളരെ എലഗൻ്റാണ് ഇൻറ്റീരിയർ. അതുപോലെ തന്നെ നിർമ്മാണ നിലവാരം എന്ന് പറയുന്നത് ഒരു രക്ഷയില്ലാത്ത നിർമ്മാണ നിലവാരമുണ്ട്. നമ്മൾ ഈ കാണുന്ന 26.03 സെൻറ്റിമീറ്ററിൻ്റെ വലിയൊരു ടച്ച് സ്ക്രീനാണ്. അതിൽ ധാരാളം ഓപ്ഷൻസ് ഉണ്ട്. എന്തൊക്കെയാണെന്ന് വിശദമായി നമുക്ക് ടെസ്റ്റ് ഡ്രൈവിലാണ് പറയാൻ പറ്റുക. എങ്കിൽ പോലും ഇതാണ് സാധനം. അതുപോലെ തന്നെ ഇതിൽ ഗംഭീരമായ ഒരു ഹാർമൻ കാർഡിൻ്റെ മ്യൂസിക് സിസ്റ്റം കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ സ്പീക്കറൊക്കെ കൊടുത്തിരിക്കുന്ന വളരെ രസകരമാണ്. അത് നമുക്ക് അവിടെ താഴെയായിട്ട് ഡോർ പാഡിൽ കാണാം. അതുപോലെ തന്നെ ഡോർ ഹാൻഡിലും അതിൻ്റെ ഹാർമൻ കാർഡ് എന്ന് എഴുതിയിരിക്കുന്നത് റൈറ്റ് സൈഡിൽ ഡോർ ഹാൻഡിലും കാണുന്നുണ്ട്. ഹാർമൻ കാർഡിൻ്റെ ഒരു ട്വീറ്റർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ലെതർ സ്റ്റിച്ചഡാണ് ഇവിടെയൊക്കെ എന്ന് പറയാം. നല്ല ഭംഗിയുള്ള സോഫ്റ്റ് സർഫസ് കൊടുത്തിരിക്കുന്നു. ഈ ഭാഗത്തേക്ക് ഒരു ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോളാണ് ഈ കാണുന്നത്. ഇത് ഓട്ടോമാറ്റിക് ഗിയർ ബോക്സുള്ള വാഹനമാണ്. ഡീസലാണോ പെട്രോളാണെന്ന് പറയാറായിട്ടില്ല. എല്ലാം ആണാണോ പെണ്ണാണെന്ന് പോലും നോക്കാൻ അത്ര സമയം ഇവിടെ കിട്ടിയിട്ടില്ല. അതുപോലെ വെന്റിലേറ്റഡ് സീറ്റുകളാണ് കൊടുത്തിരിക്കുന്നത്. സീറ്റിന് ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റ്മെൻറ്റുകളെല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇവിടെ വലിയ ഒരു ആംറസ്റ്റ്, അതിൽ ചെറിയ സ്റ്റോറേജ് സ്പേസ് കൊടുത്തിരിക്കുന്നു. കപ്പ് ഹോൾഡേഴ്സ് ഉണ്ട്. ഇവിടെ ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്ക് കൊടുത്തിരിക്കുന്നു. ഇവിടെ ഒരു ഒരു ചെറിയ മൊബൈൽ ഫോണും മറ്റും സൂക്ഷിക്കാൻ സ്ഥലമുണ്ട്. ഇവിടെ വയർലെസ് ചാർജിങ് പോയിൻ്റാണ് കൊടുത്തിരിക്കുന്നത്. അതിവിടെ ഉണ്ട്. കൂടാതെ ചാർജിങ് പോർട്ടുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. എന്നാലും സ്പേസ് ഇഷ്ടം പോലെ ഉണ്ട്. നല്ല സ്പേസ് ഉണ്ട്. നല്ല ഉയർന്ന സീറ്റിംഗ് പൊസിഷൻ. സ്റ്റിയറിംഗ് വീലിലേക്ക് വരികയാണെങ്കിൽ എനിക്ക് തോന്നുന്നത് ഇത് XUV 700 സ്റ്റിയറിംഗ് വീലാണ് കൊടുത്തിരിക്കുന്നതാണ്. എന്തായാലും അതും വളരെ ഭംഗിയായിട്ടുണ്ട്. അതിൽ വേണ്ട കാര്യങ്ങളെല്ലാം, ക്രൂസ് കൺട്രോൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം കൊടുത്തിരിക്കുന്നു. സാമാന്യം വലിയ ഒരു ഡിജിറ്റൽ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ കൊടുത്തിരിക്കുന്നു. അതുപോലെ സൈഡിൽ നമുക്ക് സൈഡ് വ്യൂ മിറേഴ്സിൻ്റെയൊക്കെ അഡ്ജസ്റ്റ്മെൻറ്റുകളും മറ്റും ഈ ഭാഗത്ത് കൊടുത്തിരിക്കുന്നു. ഇവിടെ പിടിച്ച് കയറാൻ നല്ലൊരു ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ സീറ്റിൻ്റെ കാര്യം തന്നെ എടുത്തു പറയേണ്ടത്, അത്രയധികം ഗംഭീരമായ സീറ്റാണ്. നമുക്ക് വളരെ കംഫർട്ടബിളായിട്ടിരിക്കാം. അതുപോലെ നിർമ്മാണ നിലവാരം എടുത്തു പറയണം. പിന്നെയുള്ളത് ഈ കാണുന്നു തകർപ്പൻ ഗംഭീരം എന്ന് പറയുന്ന സൺറൂഫ്. ഒരിക്കലും നമുക്ക് താറിൽ നിന്ന് പ്രതീക്ഷിക്കാൻ പറ്റാത്ത സൺറൂഫാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. എന്തായാലും വൈറ്റ് നിറമാണ് ഉൾഭാഗത്ത്. അത് വളരെ എലഗൻ്റാണ്. പക്ഷേ പെട്ടെന്ന് ചെളിയാനുള്ള സാധ്യതയുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. പിൻഭാഗത്തിരിക്കുമ്പോൾ ഇത് ഒത്തിരി പിന്നിലേക്കാട്ടോ സീറ്റ് ബാക്കിലേക്ക് ഇട്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് അധികം സ്പേസ് വന്നാത്തത്. പക്ഷേ അല്ലെങ്കിൽ നല്ല സ്പേസ് ഉണ്ട്. അതുപോലെ തന്നെ നല്ല തൈ സപ്പോർട്ടുള്ള സീറ്റാണ്. ഇവിടെ ആംറസ്റ്റ് കൊടുത്തിട്ടുണ്ട്. 3 ഹെഡ് റെസ്റ്റ് കൊടുത്തിട്ടുണ്ട്. പിൻഭാഗത്ത് ഇങ്ങേ അറ്റം വരെ സൺറൂഫ് വരുന്നുണ്ട്. സുഖമായിട്ടിരിക്കാം. എന്തായാലും നിർമ്മാണ നിലവാരം തന്നെയാണ് എന്നെ അത്ഭുതപ്പെടുത്തുന്നത്. അമേസിംഗ് ആയിട്ടുള്ള നിർമ്മാണ നിലവാരമാണ്. തന്നെ വല്ല വില ഒട്ടും കൂടുതലല്ല പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 12.99 അതുപോലെ 13.99 അത് രണ്ടുമാണ്. അതിൽ ഓട്ടോമാറ്റിക്കിലേക്ക് പോകുമ്പോൾ അതിലത് കൂടും. നമ്മളൊക്കെ പ്രതീക്ഷിച്ചിരുന്നത് 15 ലക്ഷം രൂപയിലായിരിക്കും ഇതിൻ്റെ വില ആരംഭിക്കുക എന്നുള്ളതാണ്. പക്ഷേ അങ്ങനെയല്ല വരുന്നത്. എന്തായാലും നാളെയാണ് വിശദമായി നമുക്ക് ഈ വാഹനം കിട്ടാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വിശദമായി ടെസ്റ്റ് ഡ്രൈവ് ആകാം. എന്തായാലും ഇപ്പോൾ തൽക്കാലം ഒരു ചെറിയ റിവ്യൂ മാത്രമാണ് ചെയ്തിരിക്കുന്നത്.